പിതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ട അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ പരമോന്നത നേതാവായ മുജ്തബ ഖമനയിക്ക് പരിക്കേറ്റത്. അന്നു മുതൽ ഇന്ന് വരെ, അതായത് 5 മാസം കഴിഞ്ഞിട്ടും മുജ്തബയെ അധികമാരും കണ്ടിട്ടില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുജ്തബയെ കണ്ടിട്ടുള്ളവർ അഥവാ കണ്ടു എന്ന് പറയുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. ഗുരുതര പരിക്കുകൾക്ക് ഏതോ രഹസ്യ കേന്ദ്രത്തിൽ ചികിത്സ തുടരുന്ന മുജ്തബ രാജ്യത്തിന്റെ പ്രധാന നയങ്ങൾ തീരുമാനിക്കുന്നുവെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ നൽകുന്ന പ്രതീതി. മുജ്തബയുടെ പ്രസ്താവന എന്ന പേരിൽ അവർ അത് ടെലിവിഷൻ ചാനലുകളിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ഏറ്റവും പുതിയ സന്ദേശത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ ആക്രമണങ്ങൾ തുടരുകയാണ് എങ്കിൽ അമേരിക്കയ്ക്ക് മറക്കാനാവാത്ത പാഠങ്ങൾ പഠിക്കേണ്ടി വരുമെന്ന് മുജ്തബ മുന്നറിയിപ്പ് നൽകിയതുമാണ്. സൈനിക അടിസ്ഥാന സൗകര്യ ലക്ഷ്യങ്ങൾക്ക് നേരെ അമേരിക്കയും ഇറാനും പരസ്പരം ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇടക്കാല കരാർ മരവിപ്പിക്കുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് സർക്കാർ ടെലിവിഷനിൽ മുജ്തബയുടെ ഈ പ്രസ്താവന വായിച്ചത്. ഇറാനുമായി കരാറിലെത്തിയാൽ മുജ്തബയെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ പറയുകയും ചെയ്തതാണ്. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ ഒരാഴ്ചയോളം നീണ്ടിട്ടും അവിടെയും മുജ്തബ എത്തിയിരുന്നില്ല. മുജ്തബ ജീവനോടെ ഉണ്ടോ എന്നുവരെ സംശയങ്ങൾ ഉയരുന്നുമുണ്ട്. അപ്പോഴാണ് ടെഹ്റാനിലെ ഒരു രഹസ്യ സ്ഥലത്ത് വെച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയെ കണ്ടുമുട്ടിയെന്ന വാർത്ത വരുന്നത്. ഇരുണ്ട ഗ്ലാസുകളുള്ള കാറിനുള്ളിൽ വെച്ചായിരുന്നു കണ്ടുമുട്ടലെന്നും പക്ഷേ മുജ്തബയെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. പിന്നീട് താൻ കേട്ട ശബ്ദം യഥാർത്ഥത്തിൽ പരമോന്നത നേതാവിൻ്റെ തന്നെയായിരുന്നോ എന്ന് പെസഷ്കിയാൻ ചോദിച്ചതായി ഇറാൻ ഇന്റർനാഷണൽ പത്രം റിപ്പോർട്ടും ചെയ്തു. പരസ്പരം കാണാൻ കഴിയാത്ത ഇരുണ്ട ഗ്ലാസുകളുള്ള കാറിനുള്ളിൽ വെച്ചായിരുന്നു കണ്ടുമുട്ടൽ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ ഇരുണ്ട ഗ്ലാസുകൾ കാരണം മുജ്തബയെ നേരിട്ട് കാണാൻ സാധിച്ചില്ല എന്ന് പെസഷ്കിയാൻ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. താൻ കേട്ട ശബ്ദം യഥാർത്ഥത്തിൽ പരമോന്നത നേതാവിൻ്റെ തന്നെയായിരുന്നോ എന്ന് പെസഷ്കിയാൻ ചോദിച്ചതായും ഇറാൻ ഇന്റർനാഷണൽ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രസിഡന്റിനോട് മടങ്ങാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഖമനയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെസഷ്കിയാനെ കൈകൊടുക്കാൻ പോലും അനുവദിച്ചില്ല. മെയ് മാസത്തിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. കൂടിക്കാഴ്ചയെക്കുറിച്ച് പെസഷ്കിയാൻ്റേത് വ്യത്യസ്തമായ വിവരണമാണ്. വ്യാപാര സംഘടനകളുടെ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കവേ മുജ്തബ ഖമനിയുമായി സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ 2.5 മണിക്കൂർ ചെലവഴിച്ചു എന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു വിട്ടുവീഴ്ച എന്ന നിലയിലാണ് പെസഷ്കിയാൻ ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി നേടിയെടുത്തത് എന്നും കൂടിക്കാഴ്ചയ്ക്കായി ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളും രാജിവെക്കുമെന്ന ഭീഷണിയെയും തുടർന്നാണ് ഖമനയുടെ ഓഫീസ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത്. എന്നാൽ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മുജ്തബയുടെ വസതിയിൽ വെച്ചായിരുന്നില്ല ഈ കൂടിക്കാഴ്ച നടന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പെസഷ്കിയാനെ ടെഹ്റാനിലെ വെളിപ്പെടുത്താത്ത ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹത്തെ സ്വന്തം വാഹനത്തിൽ നിന്ന് ഖമനയി കാത്തിരുന്ന ഇരുണ്ട ഗ്ലാസുകളുള്ള മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. ആ സ്ഥലം തീർത്തും ഇരുണ്ടതായിരുന്നതിനാൽ അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ശബ്ദത്തിലൂടെ മാത്രമാണ് അവർക്ക് ആശയവിനിമയം നടത്താനായത്. ആ കൂടിക്കാഴ്ച പെസഷ്കിയാന് അപമാനകരമായി തോന്നി. ഇതിന് പിന്നാലെയാണ് താൻ കണ്ട വ്യക്തി യഥാർത്ഥത്തിൽ പരമോന്നത നേതാവ് തന്നെയാണോ എന്ന് പെസഷ്കിയാൻ ചോദിച്ചത് എന്ന് ഇറാൻ ഇന്റർനാഷണൽ പറയുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഖമനയുടെ വസതിയിൽ വെച്ച് രണ്ടാമതൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇറാൻ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചുവെങ്കിലും അത് നിഷേധിക്കപ്പെട്ടു. മുജ്തബ ഖമനിയുമായി ആശയവിനിമയം നടത്തുന്നത് നിലവിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നുവെന്ന് പെസഷ്കിയാൻ അടുത്തിടെ പറഞ്ഞത് വലിയ വിവാദത്തിലായതാണ്. പ്രസ്താവനയിലെ അപകടം മനസ്സിലാക്കിയ പെസഷ്കിയാൻ തൊട്ടുപിന്നാലെ അയഞ്ഞ നിലപാടിലേക്ക് മാറി. താൻ മുജ്തബയുമായി ഫലപ്രദമായ കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും സ്നേഹവും വളരെ യുക്തിസഹമായ നിലപാടുമാണ് അവിടെ അനുഭവപ്പെട്ടത് എന്നും പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ഇറാനിലെ നേതൃത്വവുമായുള്ള നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ പെസഷ്കിയാൻ പലതവണ രാജ്യഭീഷണി മുഴക്കിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതാണ്. ദേശീയ സുരക്ഷ, വിദേശ നയം എന്നിവയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് തന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും മാറ്റി നിർത്തിയെന്ന് ആരോപിച്ച് മെയ് മാസത്തിൽ അദ്ദേഹം ഔദ്യോഗികമായി രാജിവെക്കാൻ ശ്രമിച്ചിരുന്നതായും പറയപ്പെടുന്നു. നിരന്തര രാജ്യഭീഷണിയെ തുടർന്ന് പെസഷ്കിയാന് ഖമനയി ഒരു അന്തിമ മുന്നറിയിപ്പ് നൽകിയെന്ന് ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ടുകളും പറയപ്പെടുന്നുണ്ട്. ചർച്ചകളും സംഘർഷവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ അഹമ്മദ് വാഹിദിക്ക് മുജ്തബ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേലി മാധ്യമമായ ചാനൽ 14 റിപ്പോർട്ട് പ്രകാരം ഖമനയുടെ ഏറ്റവും പുതിയ നിലപാട് ഇറാനിലെ സൈനിക നേതൃത്വത്തിന് പൂർണ്ണമായ ആധിപത്യം നൽകുന്നു.
തന്ത്രപരമായ നയരൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താൻ പ്രസിഡന്റിന് പരിമിതമായ അവസരമേയുള്ളൂവെന്നും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വർഷങ്ങളോളം പ്രധാനമായും തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശേഷമാണ് ഇറാനിലെ പരമോന്നത നേതാവായി മുജ്തബ ഖമനേയി ഉയർന്നു വന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഏറ്റവും ശക്തമായ പദവികളിൽ ഒന്നിലാണ് മുജ്തബ. പക്ഷേ പൊതുവേദിയിൽ എത്തുന്നില്ല. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനൊപ്പം സുഖം പ്രാപിച്ച ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ മുജ്തബ കാത്തിരിക്കുകയാണ് എന്നാണ് അഭ്യൂഹങ്ങൾ. ആക്രമണത്തിൽ പരിക്കേറ്റതായി നിരവധി ഇറാനിയൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനൊപ്പം സുഖം പ്രാപിച്ച ശേഷം മാത്രം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാനായി അദ്ദേഹം കാത്തിരിക്കുകയാണ് എന്ന അഭ്യൂഹങ്ങൾക്ക് ഇത് ആക്കം കൂട്ടുന്നുമുണ്ട്. മുജ്തബ ഖമനേയിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നും ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെറുസലേം പോസ്റ്റ് പത്രം നൽകിയ വിവരങ്ങൾ പ്രകാരം ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന അഭ്യൂഹങ്ങൾ ഇറാനിയൻ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വാർത്ത ഉടൻ കേട്ടാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുവരെ ഉദ്യോഗസ്ഥർ പറയുന്നുവെന്നാണ് പത്രം വിശദീകരിച്ചിരിക്കുന്നത്. മുജ്തബ ഖമനേയി 90% ഇല്ലാതായി കഴിഞ്ഞു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പിതാവിന്റെ വസതി ലക്ഷ്യമിട്ടുണ്ടായ ആദ്യഘട്ട ആക്രമണങ്ങളിൽ ഖമനേയിക്ക് പരിക്കേൽക്കുകയും ഒരുപക്ഷെ മുഖത്തിന് വിരൂപത സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇതേ തുടർന്ന് അദ്ദേഹം ഒളിവിൽ പോകേണ്ടി വന്നുവെന്നും റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. ആക്രമണത്തിന് ഇരയാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനായി മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥരുമായി ഇടനിലക്കാർ വഴിയാണ് ഇപ്പോൾ മുജ്തബ ആശയവിനിമയം നടത്തുന്നത്. ഈ കാലയളവിൽ ഞാൻ മുജ്തബ ഖമനേയിയെ കണ്ടിട്ടില്ല, വളരെ കുറച്ചുപേർ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ജൂലൈയിൽ പറഞ്ഞിരുന്നു. സൗദി മാധ്യമമായ അൽ ഹദത്ത് ഉദ്ധരിച്ച ഒരു ഇസ്രായേലി സുരക്ഷാ വൃത്തത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഇറാനിലില്ല. മുജ്തബയുടെ സ്ഥാനം, രാജ്യത്തിന്റെ നേതൃത്വത്തിലുള്ള പങ്ക് എന്നിവയെ ചൊല്ലി നിലനിൽക്കുന്ന അനിശ്ചിതത്വം തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതാണ് ഈ വിവരം. ഖമനേയിയുടെ ഔദ്യോഗിക സന്ദേശങ്ങൾ തയ്യാറാക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പുതിയതായി നിയമിതനായ മേധാവി അഹമ്മദ് വാഹിദിയും മറ്റ് മുതിർന്ന IRGC ഉദ്യോഗസ്ഥരാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അമേരിക്കയുമായും ഇസ്രായേലുമായും ഇറാൻ സംഘർഷാവസ്ഥയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഖമനേയി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് പ്രാദേശിക അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ അദ്ദേഹം രാജ്യത്തിന്റെ കാര്യങ്ങൾ തുടർന്ന് നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. ആക്രമണത്തിനിടെ അദ്ദേഹത്തിന് ഗുരുതരമായതോ വിരൂപമാക്കുന്നതോ ആയ പരിക്കുകൾ സംഭവിച്ചതായി പാശ്ചാത്യ പ്രതിപക്ഷ രഹസ്യാന്വേഷണ വൃത്തങ്ങളും പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്നത്. മുജ്തബ റഷ്യയിൽ ചികിത്സയിലാണ് എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയുമായി ധാരണാപത്രം ഒപ്പിടുന്നതിൽ മുജ്തബയ്ക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലാണ് ധാരണാപത്രം ഒപ്പിടലിലേക്ക് നീങ്ങിയത്. സമാധാനം പുലരുമെങ്കിൽ കരാർ ഒപ്പിടലുമായി മുന്നോട്ടു പോകാൻ മുജ്തബ അനുമതി നൽകി. അക്കാര്യം അമേരിക്കയുമായി ചർച്ച നടത്തുന്ന ഇറാൻ പ്രതിനിധികൾ അമേരിക്കൻ പ്രതിനിധികളെ അറിയിച്ചു. പിന്നാലെ ഇറാൻ അമേരിക്ക ധാരണാപത്രം ഒപ്പിടുന്നതിന് മുജ്തബ ഖമനേയി അംഗീകാരം നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. പിതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരത്തിന് പങ്കെടുത്തില്ല എങ്കിലും ശക്തമായ പ്രസ്താവന മുജ്തബ പുറത്തിറക്കിയിരുന്നു. നീതിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുമെന്നും തന്റെ പിതാവിന്റെയും മറ്റ് രക്തസാക്ഷി നേതാക്കളുടെയും രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നും മുജ്തബ പറഞ്ഞതാണ്. അതിനെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയ കടമയായി രൂപപ്പെടുത്തുമെന്നുകൂടി മുജ്തബ പ്രതിജ്ഞയെടുത്തിരുന്നു.